പോവാൻ വേണ്ടിട്ട്. പക്ഷേ റിവ്യൂ കണ്ടതിന് ശേഷം പിന്നെ ആകെ ചടച്ചു പോയി. ഞാൻ അങ്ങോട്ട് ഒഴിവാക്കിക്കോ. ടിക്കറ്റിന് പൈസ പോകണം എന്തിനാ? ഇല്ലല്ലേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, നാട്ടിൽ തന്നെ ഉണ്ട്. ഓക്കെ. എന്തേ എന്റെ നൃത്തം കേട്ട് ആലേതാണ് ഈ ഏതാ മനസ്സിലാവില്ല. ഞാനേ ഇന്ന് ഹാഫ് ഡേ ലീവ് എടുത്തായിരുന്നു. എന്തിന്? ഒരു സിനിമ കാണാന്ന് വിചാരിച്ചിട്ട് ഫാമിലിയോടൊക്കെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. പക്ഷെ റിവ്യൂ കണ്ടപ്പോ ഞാൻ അങ്ങോട്ട് മതിയാക്കി. ആരാ റിവ്യൂ? റിവ്യൂ എന്ന് പറഞ്ഞാല് നമ്മള് ഓരോ സിനിമനെ പറ്റിയിട്ട് അഭിപ്രായം പറയല്ലോ ഓരോരുത്തര്. ഇപ്പം അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. സിനിമ ഇറങ്ങുന്നതിനെക്കാട്ട് മുന്നേ സിനിമേന്റെ ഇത് റിവ്യൂ അത് പറയലുണ്ട്. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് റിവ്യൂ പറയലുണ്ട്. ഇത് എന്തിത്താണ്ട് ഇവരൊക്കെ ഈ ഒരു നിലപാടെന്താണ്? അല്ല, നമ്മള് റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ. എനക്ക് എന്റേതായിട്ടുള്ളൊരു നിലപാടില്ലേ? എന്റെ മനസ്സിലുള്ള കാര്യം അല്ല. എന്റെ ഇഷ്ടമാണോ എന്റെ ഇഷ്ടം? അല്ല, എന്റെ ഇഷ്ടമാണോ എന്റെ ഇഷ്ടം? അല്ലല്ലോ. ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അതിനെ പറ്റിയ പടം പോരാ, സുഖമില്ല, അങ്ങനെ പറയല്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞു കഴിഞ്ഞ ശേഷം സിനിമയ്ക്ക് ഞാൻ പോവാണ്ടിരിക്കല. ആദ്യം വേണ്ടത് ഒരു വ്യക്തിത്വമുണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് സിനിമ കാണാതിരിക്കലല്ല. അല്ലെങ്കിൽ വേറൊന്നും മനസ്സിലാക്കണം. എവിടുന്നോ ഏതോ സിനിമേനെ പറ്റിയിട്ട് ഒരു നിലവാരം ഒന്നും അറിയാത്ത ഏതൊക്കെയോ പൊട്ടന്മാർ മൊയ്ന്തകൾ വന്നുകാണ്ട് ഇപ്പം കുറേ എണ്ണം ഇറങ്ങിക്കിന് പാറ്റ പൊടിയനായി. എന്നാലുണ്ട് ഒരുത്തൻ വന്നുകൊണ്ട് ഞാനത് കണ്ടിട്ട് ഇപ്പം ഓന് മോട്ടറും ഐസിയും ഒക്കെ പോയിക്കുന്നുണ്ട്. ഓൻ പറയുന്നത് വെച്ചാൽ എന്താണ്, ആടുജീവിതം നല്ല സിനിമ, അത് നല്ലൊരു സിനിമയാണ്, മറ്റേ ആടുജീവിതം മറ്റേ സിനിമ എന്നാണ്. ഇവനെന്തിത്ത റബ്ബർ ബോൾ കോമാളികൾ തന്നെയുണ്ട് എല്ലാവരും. എവിടെ ലക്ഷങ്ങളും കോടികളൊക്കെ മുടക്കി പ്രൊഡ്യൂസർമാർ ഒരു സിനിമ എന്ന് പറഞ്ഞ സാധനം പുറത്തിറക്കിയിട്ട് അതിന് കാത്തിക്കുക, അതൊന്ന് വിജയിച്ച് കിട്ടി. അത് വിജയിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ മുതൽ മുടക്കെങ്കിലും കിട്ടാൻ വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ ഒരു 5 ദിവസത്തിൻ്റെ ചിലവില്ലാതെ ഇമ്മാതിരി വർക്കൗട്ടേറ്റിങ്ങൾ വന്നിട്ട് ഒരു സിനിമേനെ പറ്റി ആ സിനിമ ഫസ്റ്റ് ഹാഫിൽ ഇത് പോരാ, രണ്ടാമത്തെ ഇതിൽ വന്നപ്പോൾ വലിവ്, മൂന്നാമത്തേൽ കയറ്റം, മൊത്തത്തിൽ മറ്റേ ആൾ അഭിനയം പോരാ, സിനിമേൻ്റെ നിലവാരത്തിൽ മേക്കിംഗ് ഇല്ല, മറ്റേതില്ല. മാറ്റി ഇവൻ എത്ര സിനിമ എടുത്തതാ, എടുക്കട്ടെ. എന്നിട്ട് നല്ല നല്ല സിനിമേനെ തകർക്കാൻ വേണ്ടി സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കുറെ എരപ്പ വർഗങ്ങൾ ഇറങ്ങിക്കുന്നു. നല്ലത് ഇവിടെ പണ്ടൊക്കെ നമ്മളൊക്കെ സിനിമ കുട്ടിക്കാലത്ത് കണ്ടം വെച്ച കോട്ട്, നായര് പിടിച്ച പുലിവാൽ, ഈ സിനിമയൊന്നും ഇങ്ങനെ റിവ്യൂ കുവ്യൊന്നും ഉണ്ടായിട്ടൊന്നല്ല. അന്ന് മൈക്ക് സെറ്റ് വെച്ച് ജീപ്പിലോ ഇതിലേക്ക് അല്ലെങ്കിൽ കാളവണ്ടിയിലോ ഇങ്ങനെ വിളിച്ചിറങ്ങി പോവല, എന്നിട്ട് അത് കണ്ടിട്ട് നമ്മൾ സിനിമ കാണും. ആ സിനിമ കണ്ട നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ അത് കണ്ടിട്ട് നമ്മൾ പോവല. ഇന്ന് അതല്ല, വെറുതെ കുത്തിനും സിനിമ പോണ്ട, സിനിമ നല്ലതല്ല എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരു പ്രൊഡ്യൂസർ ഒരു സംവിധായകൻ്റെ സ്വപ്നമായിട്ട് നടക്കുന്ന ഇതൊക്കെ. ഒരു സിനിമ പുറത്തിറക്കണം, ഈ സിനിമ പുറത്തിറങ്ങിയിട്ട് വേണം ഞാൻ അടുത്ത സിനിമ ചെയ്യണം എന്നൊക്കെ ഒരു സ്വപ്നമായിട്ട് നടക്കണം. പല ആൾക്കാർ കുറേ സിനിമ ഇറക്കിയ സംവിധായകരൊക്കെ ഉണ്ടാവും, അവർക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ പുതുമുഖങ്ങളായ ചില സംവിധായകന്മാരുണ്ട്, ഓരോ ഈ സ്വപ്നം തകർക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഞാഞ്ഞൂളെ തലയ്ക്ക് അടിച്ച് അല്ലെങ്കിൽ കിടന്നുറങ്ങുമ്പോൾ അമ്മിയിട്ട് കൊന്നാളണോ അല്ലേ? പിന്നെ വേറൊരു കാര്യമുണ്ട്, എത്രത്തോളം മൊയ്ന്താവണ്, എത്രത്തോളം പൊട്ടത്തരം പറയണ്, ഇവരൊക്കെയാണ് ഇന്നത്തെ സെലിബ്രിറ്റി മക്കളെ. ഇതാണ്ടാ നമ്മുടെ പോക്കർക്ക, മൂപ്പര് വരുന്നുണ്ട്, പലതും പറയുന്നുണ്ട്, കണ്ടതും കേട്ടതും വിളമ്പുന്നുണ്ട്. ഇതാണ്ടാ നമ്മുടെ പോക്കർക്ക. പോക്കർക്കാന്റെ പൊല്ലാപ്പ് സീസൺ 3. ഈ പരിപാടിയില്ലേ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മെത്താഡ് സ്പൈസസ്. നല്ലത് കൊഞ്ചം പോതും.